ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസിയിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനും വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് പറയണത്. എല്ലാവർക്കും ഉപകാരപ്പെടും. വീട്ടിലധികം ആളുകളൊക്കെ ഉണ്ട്, കുറേ അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് പറയണത്. അതുപോലെ തന്നെ തേങ്ങയില്ലാതെ എങ്ങനെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം, തേങ്ങ അരച്ച അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ കുറച്ചധികം ടിപ്സ് പറയുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. കൂടുതലൊക്കെ പുട്ടുണ്ടാക്കേണ്ടി വരേണ്ട ഒരു സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ആദ്യമായിട്ട് പറയണത്. ഏകദേശം പുട്ടുകുറ്റിയിൽ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ ഏകദേശം 3 കഷ്ണം മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കുറ്റി പുട്ടുണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ പുട്ടുപൊടി ഉപയോഗിച്ച് മൊത്തം നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഉൾഭാഗം കുഴിഞ്ഞ രീതിയിലുള്ള ഒരു കയ്യിൽ, ഇടത്തരം വലുപ്പമുള്ള ഒരു കയ്യിലെടുക്കുക. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇഡലിത്തട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ഇഡലിത്തട്ടില്ലേ അതിലേക്ക് സാധാരണ രീതിയിൽ ഇത് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മൊത്തം ഏകദേശം ഒരു 10 എണ്ണം ഇഡലിത്തട്ടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അതുപോലെ തന്നെ എണ്ണ അനുസരിച്ചിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ ഇത് വേഗം തന്നെ വേവിച്ചെടുക്കാവുന്നുള്ളൂ. 10 മിനിറ്റ് മാത്രം മതി ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് 9 to 10 മിനിറ്റിനുള്ളിൽ എന്തായാലും നന്നായി വെന്തിട്ടുണ്ടാവും. 9 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുട്ട് വെന്തിട്ടുള്ള മണം നന്നായി വന്നു തുടങ്ങും. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ആ ചൂട് പോണാട്ടി മുന്നേ തന്നെ നമുക്ക് വേഗം സ്പൂൺ കൊണ്ട് നമുക്ക് എടുത്ത് മാറ്റിയെടുക്കാവുന്നതുള്ളൂ. പുട്ട് പൊടിഞ്ഞു പോകും, കറക്റ്റായി വെന്ത് കിട്ടില്ല, ടേസ്റ്റൊക്കെ മാറും. ഒന്നും വിചാരിക്കേണ്ട, കറക്റ്റ് നമ്മുടെ പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. കണ്ടില്ല, ചൂട് പോണാട്ടി മുന്നേ തന്നെ ഇത് നമ്മൾ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഇത് ഇഡ്ഡലി ചെമ്പിൻ്റെ സൈഡിലായിട്ട് നന്നായി ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ചൂട് പോണാട്ടി മുന്നേ തന്നെ നമുക്കിത് കാസറോളിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പുട്ട് വെന്ത ഉടനെ തന്നെ നമ്മളൊരു 10 മിനിറ്റായി തന്നെ നമ്മൾ ഇതിൻ്റെ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആവി വെള്ളം അതിൻ്റെ മേലെ വീണിട്ട് ഇത് നന്നായി തണുത്ത പോലെയാവും പുട്ട് കേട്ടോ, വെള്ളം കയറിയ പോലെയാവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മൊത്തം പുട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പുട്ടുകുറ്റിയിൽ നിറയ്ക്കാനോ കുത്താനോ ഒന്നും നിൽക്കണ്ട, വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, കറക്റ്റ് അടിപൊളി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. അടുത്തൊരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ്. തേങ്ങയില്ലാതെ, തേങ്ങ അരയ്ക്കാതെ തന്നെ തേങ്ങ അരച്ച അതേ ടേസ്റ്റിൽ എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കപ്പി കാച്ചുക, അതുപോലെ തന്നെ ചോറരയ്ക്കുക, ഒന്നും വേണ്ട. ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക വെള്ളയപ്പം എന്ന് പറയാം. തേങ്ങ അരച്ച അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഇതേ അളവ് ഗ്ലാസ് ഇതാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതുകൊണ്ട് 2 ഗ്ലാസ് പച്ചരി അത് നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു 3 മണിക്കൂറോളം നന്നായി കുതിരട്ടെ. ഒപ്പം തന്നെ വെള്ള അവിലില്ലേ, ഒരു 1/4 ഗ്ലാസ് വെള്ള അവിൽ നന്നായി തട്ടിയെടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ള അവിൽ അതും കൂടെ കുതിർത്താനായിട്ട് വെക്കുക. അരിക്കൊപ്പം തന്നെ നമ്മൾ അവിൽ കുതിർത്താനായി വെക്കേണ്ട. അരി അരയ്ക്കുന്നതിന് തൊട്ട് 5 മിനിറ്റ് മുന്നേ മാത്രം നമ്മൾ അവിൽ കുതിർത്താനായിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവൽ കുതിർത്താനായി വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, അവലിനൊപ്പം തന്നെ കറക്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി 3 മണിക്കൂറിന് ശേഷം നന്നായി നമ്മൾ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി അരച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് വെള്ളയപ്പം നല്ല പൂ പോലെ ആവുള്ളൂ. നന്നായി സോഫ്റ്റായി കിട്ടണം അരയുമ്പോൾ. അപ്പോൾ അരി 2 ട്രിപ്പായി അരച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവിൽ കുതിർത്തതും അതും കൂടെ അരയ്ക്കണം. അവലിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര 1.5 സ്പൂണോളം പഞ്ചസാര, 1/4 സ്പൂണോളം ഈസ്റ്റ് എടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അതും കൂടെ അവിലിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തേങ്ങ അരച്ച അതേ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒപ്പം ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴായിട്ട് നമ്മളെ വെള്ളയപ്പം മുട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടും കേട്ടോ. നല്ല പൂ പോലത്തെ വെള്ളയപ്പം കിട്ടും. ഇനി എല്ലാം അരച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. പിറ്റേ ദിവസം കാലത്ത് നമുക്ക് സൂപ്പറായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള വെള്ളയപ്പം തന്നെയാണ്. തേങ്ങ അരച്ച വെള്ളയപ്പം അല്ലാന്ന് ആരും പറയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂടുതലായിട്ട് വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, പുറത്തേക്കൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. വെള്ളയപ്പം ഒട്ടിപ്പിടിക്കില്ല, തേങ്ങ അരച്ച അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നന്നായി അങ്ങനെ പുളിച്ചു പോകില്ല കേട്ടോ. ഈ വെള്ളയപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇനിയിപ്പോൾ വെള്ളപ്പത്തിലേക്ക് തേങ്ങ വേണ്ട അത് ചിരകി എടുക്കണ്ടേ എന്നൊന്ന് ആലോചിച്ച് മടി പിടിച്ചിരിക്കേണ്ട. ഒരു 1-2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മളെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടും കേട്ടോ. അടുത്തതായിട്ട് പറയണത്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയണത്. ഇനി ചപ്പാത്തി എപ്പോൾ കഴിക്കണം എന്ന് തോന്നിയാലും ഉടനെ നമുക്ക് പരത്തി ചുട്ടെടുക്കാവുന്ന രീതിയിലാണ് ഇതിനുള്ള മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ, നെയ്യ്, അതുപോലെ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണയോ എന്തെങ്കിലും ഉപയോഗിക്കുക. കുഴച്ചെടുക്കാനായിട്ട് നല്ല ചൂടുള്ള വെള്ളം, തിളയ്ക്കണ്ട, തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് വാട്ടിയെടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി, അതായത് ഹോളൊന്നും ഇല്ലാത്ത, ഒരു ഗ്യാപ്പൊന്നും ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് വെച്ച് നന്നായി ഒന്ന് കെട്ടി സൂക്ഷിച്ച് വെക്കുക. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാലായിട്ട് ഇതൊരു 3 ദിവസം ഇരുന്നാലും 3-4 ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് തോന്നി കഴിഞ്ഞാലും ഒരു 2 ഉരുള എടുത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലാക്കി വെച്ചാലോ ഇതിൻ്റെ മേൽഭാഗമായിട്ട് നല്ല ഡ്രൈ ആയ പോലെ തോന്നാറുണ്ട് എനിക്ക്. പക്ഷേ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ എയർ ഒന്നും കിടക്കാതെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കുഴച്ച് കെട്ടി വെച്ചത്, എത്രയും സോഫ്റ്റിലാണോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കി കെട്ടി വെച്ചത്, അതേ സോഫ്റ്റ്നെസ് തന്നെ അതിലുണ്ടാവും. ഒരു തരി പോലും കട്ട പിടിക്കുക, ഡ്രൈ ആയി പോവുക ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടി വെച്ചത് മറ്റൊരു കവറിലും കൂടി ആക്കി വെക്കുക. വൃത്തിയുള്ള കവറെടുത്ത് അതിലാക്കി വെച്ച് ഒന്നും കൂടി ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എപ്പോഴാണോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്കത് എടുത്തിട്ട് അതിൽ നിന്ന് 2 ബോൾ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഉടനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തണവ് പോവാനോ ഒന്നും വെക്കണ്ട. ഞാനിപ്പോൾ പിറ്റേ ദിവസം എടുത്ത് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ എങ്ങനെയാണോ അതിനുള്ളിൽ വെച്ചത് അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ മാവ് ഇരിക്കുന്നുണ്ടാവും. ഒരു ഡ്രൈനെസ്സും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉണ്ടല്ലേ, ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ജോലിക്കൊക്കെ പോണ വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാലും പെട്ടെന്ന് തന്നെ ഈ മാവ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, അത്രയും സോഫ്റ്റായിട്ട് ആ മാവ് ഇരിക്കുന്നുണ്ടാവുക. ഒരു 3-4 ദിവസം നമുക്കിത് ഉപയോഗിക്കാം. 4 ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ മേൽഭാഗമായിട്ട് കുറച്ച് കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് പരത്തിയെടുക്കുമ്പോഴും അതായിട്ട് അത്രയും സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ചുട്ടെടുക്കുമ്പോഴും അതെ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി കിട്ടും. ഇനിയിപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ നമ്മൾ മൈദ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുകയാണെങ്കിൽ നമ്മളെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഡ്രൈ ആയിട്ട് ഇരിക്കില്ല. പിന്നെ അധിക സമയം സൂക്ഷിച്ച് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഹാർഡായി പോവില്ല കേട്ടോ. അപ്പം മൈദ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തി നോക്കുക. ചപ്പാത്തിൻ്റെ മേലുള്ള പൊടിയൊക്കെ നന്നായി ഒന്ന് തട്ടിയെടുത്തിട്ട് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ രാത്രി വരെ ഇരുന്നാലും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവും. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അടുത്ത കാലത്തായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടാക്കിയ ഉപ്പുമാവ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഉപ്പുമാവ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റവ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം കേട്ടോ. വറുത്ത റവയാണെങ്കിൽ പോലും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ചെയ്യുമ്പോഴായിട്ട് ആ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയിട്ടാണ് കേട്ടോ. നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഒരു പ്രത്യേക ഒരു മണം വരും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു മണം വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കടുകിടുക. അതുപോലെ തന്നെ പരിപ്പ് നന്നായി കഴുകി ഒരു സ്പൂണോളം പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ കപ്പലണ്ടി, ഈ സമയത്ത് കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ചേർത്താലായിട്ട് നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ സവാള, പിന്നെ ക്യാരറ്റ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ കഷ്ണങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് വാടിയതിന് ശേഷം 1/2 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത്രയും കറക്റ്റ് മതി. അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി തിള വരുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ. റവ ആദ്യം 2-3 സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം തുറന്നിട്ട് ഒരു 1/4 സ്പൂണോളം പഞ്ചസാര അതിൻ്റെ മേൽഭാഗത്ത് കൂടി ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.
ഇനിയിപ്പോൾ നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഗോതമ്പ് ദോശ. മിക്ക വീട്ടിലും ഗോതമ്പ് ദോശ രാത്രി ഉണ്ടാക്കാറുണ്ട്. 2-3 ദോശ കഴിച്ചാലും മതി വരാത്ത ടേസ്റ്റുള്ള ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ദോശച്ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയി ഇരിക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അത് ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്കല്ല ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്, മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ 1 ടേബിൾ സ്പൂണോളം തേങ്ങ അതും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. നന്നായി അരച്ചെടുത്തിട്ട് ഇനി ദോശ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. 2-3 കഴിച്ചാലും നമുക്ക് മതിയാവില്ല. നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത് നമ്മൾ ഇഡലിയൊക്കെ പെട്ടെന്ന് പൊന്തി കിട്ടണം, നന്നായി പൊന്തി വരണം. അതുപോലെ തന്നെ ഇഡലി തട്ടിൽ നിന്ന് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾക്ക് അറിയണുണ്ടാവും, ഭക്ഷണർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഡലി തട്ടിൽ ആദ്യം നന്നായി ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ മാവ് ഒഴിച്ച് നോക്കുക. ഇഡലി പെട്ടെന്ന് പൊന്തി വരും. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാലായിട്ട് നന്നായി പൊന്തി വരും. അതുമല്ല, അത് പെട്ടെന്ന് നമുക്ക് ഇഡലി തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സ്പൂണൊന്നും വെക്കേണ്ട, നമ്മൾ കൈകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ ഇഡലിത്തട്ടിൽ എണ്ണയൊക്കെ പുരട്ടി നന്നായി എണ്ണ പുരട്ടി നന്നായി ചൂടായതിന് ശേഷം ഇഡലി മാവ് ഒഴിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. സൈഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് ചൂടോടെ തന്നെ നമുക്ക് ഇളകി വരുന്നതായിട്ട് കാണാം. പെട്ടെന്ന് നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പുളിയൊന്നും കൂടാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക. ഒരു 2-3 കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ. അത് ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരി ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/4 ഗ്ലാസ് ഉഴുന്ന് അതും കൂടി മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി രണ്ടും കഴുകിയെടുക്കുക. ഒപ്പം തന്നെ പച്ചരിയുടെ ഒപ്പം തന്നെ 1/4 സ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 5 മണിക്കൂർ നന്നായി ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ഒപ്പം തന്നെ ചോറല്ല കേട്ടോ അതിൻ്റെ ഒപ്പം ചേർക്കുന്നത് അവിലാണ്, വെള്ള അവിൽ കുതിർത്തിയിട്ട് 1/2 ഗ്ലാസ് വെള്ള അവിൽ കുതിർത്തിട്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം അരച്ച് ചേർത്താലായിട്ട് അടിപൊളിയായിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം ഇപ്പം പച്ചരി ഉലുവയും കൂടി നന്നായി അരച്ച് മാറ്റി വയ്ക്കുക. പിന്നെ വെള്ളവിലും കൂടെ അരച്ച് ഒഴിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഉഴുന്നും കൂടെ നന്നായി അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ദോശ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇതുപയോഗിച്ച് മസാല ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3-4 ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും പുളിയൊന്നും കൂടില്ല. നമ്മൾ ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയെടുത്ത അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കുട്ടികൾക്ക് എന്നും ദോശ തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലായിട്ട് ഒരുപാട് ദിവസം നമുക്ക് പുളി കൂടാത്ത ദോശ ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് നൂൽപുട്ട്. എല്ലാവർക്കും നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല മടിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം ഒരാൾക്ക് 2 നൂൽപുട്ട് വേണ്ട, 1 നൂൽപുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. വാഴയില ചെറിയ വാഴയില മുറിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുത്താൽ കണ്ട ഏകദേശം 1 നൂൽപുട്ട് മതി നമുക്ക് ഒരാൾക്ക് കഴിക്കാനായിട്ട്. അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിനൊരു മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉപകാരമാണ് ഇങ്ങനെ ചെയ്താലായിട്ട്. 2 ട്രിപ്പ് 3 ട്രിപ്പൊന്നും നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. ഇത് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റും വേവിച്ചെടുക്കണം, നിങ്ങളാണിത് കറക്റ്റായി വെന്ത് കിട്ടുള്ളൂ. ഒരു ട്രിപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് വേവിച്ചെടുത്താലും നമുക്ക് ഇഡലിച്ചെമ്പ് കഴുകാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇലയിൽ ഉണ്ടാക്കിയെടുക്കണ കാരണം തന്നെ ഇഡലിച്ചെമ്പിൽ ഉൾപ്പുട്ടിൻ്റെ ഭാഗങ്ങളൊന്നും ഒട്ടിപ്പിടിക്കില്ല, അത് കഴുകിയെടുക്കാനും സുഖമാണ്. അപ്പം ഉൾപ്പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ വാഴയില ഇതുപോലെ ചെയ്തിട്ട് ചെറുതാക്കി മുറിച്ചെടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ചെറിയ വാഴയില കിട്ടാനില്ലെങ്കിൽ വാഴയില ചെറുതാക്കി മുറിച്ചെടുത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2-3 ആളുകളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ 5-6 നൂൽപുട്ട് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി, അത്രയും ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുമ്പോഴായിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കുമ്പോൾ എപ്പോഴും കട്ട കുത്തി കുറേ സമയം നമ്മളത്
അതിൻ്റെ കട്ടകളൊക്കെ ഉടയ്ക്കാനായിട്ട് നിൽക്കണം. ഇപ്പോൾ സാധാരണ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ല. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണ പത്തിരിപ്പൊടിയൊക്കെ വെച്ച് പുട്ടുണ്ടാക്കുമ്പോഴായിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാം. ഈ പുട്ട് വൈകിട്ട് വരെ അവിടെ വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. എപ്പോഴും നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പൊടി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റും ഉണ്ടാവും പുട്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ടുകുറ്റിയിലോ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇഡലിച്ചെമ്പിലോ കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഇഡലിച്ചെമ്പിൽ വേവിച്ചെടുക്കാം. നല്ല ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.